നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാവിട്ട വാക്കുകൾ CPM-ന് തുടർച്ചയായി പ്രഹരമാവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ RSS സഹകരണ പ്രസ്താവന ഏറെ വിവാദ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഈ പ്രസ്താവന പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഗോവിന്ദനെ തിരുത്തിയെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച വിവാദങ്ങൾ CPM-ന് വലിയ തലവേദന ആവുകയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും ഗോവിന്ദന്റെ പ്രസ്താവനകൾ CPM-നെ വെട്ടിലാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് LDF-ലെ കേരള കോൺഗ്രസിന്റെ മുഖ്യ വോട്ട് ബാങ്ക് കൂടിയായ കത്തോലിക്ക വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന വിധത്തിലാണ് പ്രസ്താവന. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനിയെ പരിധി വിട്ടാണ് ഗോവിന്ദൻ വിമർശിച്ചത്. ഇതാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായാണ് കത്തോലിക്ക സംഘടനകൾ രംഗത്ത് വന്നത്. കത്തോലിക്ക കോൺഗ്രസ് നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. MV ഗോവിന്ദന്റേത് വീണ്ടും വിചാരണമില്ലാത്ത പ്രസ്താവനയാണെന്നാണ് കത്തോലിക്കയുടെ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ കുറ്റപ്പെടുത്തിയത്. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മറക്കരുത്. പ്രസ്താവന തിരുത്തണോ എന്ന് MV ഗോവിന്ദൻ തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം. പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ശാസിച്ചു. ഗോവിന്ദൻ മാഷ് ഗോവിന്ദൻ ചാമിയെ പോലെ സംസാരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ബിഷപ്പ് പാപ്ലാനി അവസരവാദിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJP-ക്കെതിരെ പറഞ്ഞ പാപ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ സ്തുതിച്ചു എന്നും പറഞ്ഞിരുന്നു. ഇതിനെതിരായാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം. നേരത്തെ തലശ്ശേരി അതിരൂപത തന്നെ MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് തലശ്ശേരി അതിരൂപത കുറ്റപ്പെടുത്തി. AKG സെന്ററിൽ നിന്നും തിട്ടൂരം വാങ്ങിയതിനു ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മേത്രാന്മാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്ന സമീപനം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മാർ ജോസഫ് പാപ്ലാനി നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്ന രീതിയിലുള്ള പ്രഖ്യാപനം ശരിയല്ല എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഗോവിന്ദന്റെ വാവിട്ട വാക്കിൽ CPM മുൻപ് വെട്ടിലായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വായിൽ തോന്നിയത് വിളിച്ച് പറയരുതെന്നും വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി വിഷയത്തിൽ താക്കീത് നൽകിയത്. MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പാർട്ടിക്കകത്ത് നിന്ന് പോലും കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM-ഉം RSS-ഉം തമ്മിൽ ധാരണയുണ്ടായിരുന്നുവെന്നാണ് MV ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന. വിവാദം കത്തിപ്പടർന്നതോടെ തന്റെ പ്രസ്താവന വളച്ചൊടിക്കാൻ ശ്രമിച്ചെന്നും ചരിത്രത്തെ ചരിത്രമായി കാണണമെന്നും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ CPM ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയിലായിരുന്നു. RSS-ഉമായി ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഈ വിശദീകരണം വിവാദം തണുപ്പിക്കുന്നതിന് പകരം കൂടുതൽ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നിരുന്നാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദന്റെ പരാമർശം CPM-ന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് അന്ന് നേരിട്ടത്.